അപ്പം അതിഥികളുമുണ്ട്. ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് ജയദേവനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ കോവിഡിനെ കുറിച്ച് കുറെ കാലം ചർച്ച ചെയ്തതാണ്. അതിനുശേഷം കോവിഡ് നിരക്കിലുണ്ടായ കുറവിൽ ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് ചൈനയിൽ നിന്ന് വരുന്ന അത്ര ആശ്വാസമില്ലാത്ത വാർത്ത. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് വകഭേദം പുതുതായി ഒന്ന് വരാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ടോ? അതായത് പോസിറ്റീവ് കേസ് സാമ്പിളുകളുടെ മുഴുവൻ ജീനോം സീക്വൻസിംഗ് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്ന ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ നിർത്തി നോക്കുമ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ. അതെ, ജിനോമിക് സീക്വൻസിങ്ങിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വൈറസിന്റെ ഈ കോവിഡ് ഉണ്ടാക്കുന്ന വൈറസിന്റെ ജനിതക അതിന്റെ സീക്വൻസിങ്ങിൽ അതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കുന്ന ഒരു ടെസ്റ്റാണ് ജിനോമിക് സീക്വൻസിങ്. അത് സാധാരണ നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് അല്ല. രാജ്യത്തെ മികവുറ്റ ചില ലാബുകളിൽ മാത്രം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജിനോം സീക്വൻസിങ്. അതായത് ഒമിക്രോൺ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഒമിക്രോൺ ആണ് ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നത്, അതിന്റെ പല ഉപശാഖകൾ. അപ്പോൾ ഒമിക്രോണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ വേരിയന്റ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജിനോമിക് സീക്വൻസിങ് കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തും ജിനോമിക് സീക്വൻസിങ് കൂടുതൽ ഊർജിതമാക്കണം എന്ന് ഇപ്പോൾ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്. അത് ചൈനയിൽ കേസുകൾ പെട്ടെന്ന് കൂടിയതിന്റെ പശ്ചാത്തലത്തിലും മറ്റ് രാജ്യങ്ങളിലും, ചൈനയിൽ മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളിൽ കോവിഡ് കൂടി വരുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും തണുപ്പ് കാലമാകുന്ന വിന്റർ ആകുമ്പോഴേക്കും പല രാജ്യങ്ങളിലും ഇത് കൂടാറുണ്ട്. കോവിഡ് മാത്രമല്ല മറ്റ് പല രോഗങ്ങളും കൂടാറുണ്ട്, ഇൻഫ്ലുവൻസ പോലെയുള്ള. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ജിനോമിക് സീക്വൻസിങ്ങിനെ പറ്റി ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഇനി ചൈനയുടെ സിറ്റുവേഷനിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ചൈനയുടെ പ്രത്യേകത, അവർ വാക്സിനേഷൻ നല്ല രീതിയിൽ നടപ്പാക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അവരുടെ പ്രായം ചെന്ന വ്യക്തികൾ, വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ളവരിൽ വാക്സിൻ സ്വീകാര്യത നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ 1/3 പേരും വാക്സിനേറ്റഡ് അല്ല എന്നുള്ള വാർത്തയാണ് ചൈനയിൽ നിന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ സംഖ്യ എടുക്കുകയാണെങ്കിൽ ഈ വാക്സിനേഷൻ എടുക്കാത്ത വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള 80 വയസ്സ് കഴിഞ്ഞവരുടെ സംഖ്യ എടുക്കുകയാണെങ്കിൽ 1 കോടിയാണത്. 1 കോടി, അതായത് 10 മില്യൺ പീപ്പിൾ ഇൻ ഓവർ ദി ഏജ് ഓഫ് 80 ആർ അൺവാക്സിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷന്റെ പരിരക്ഷ കൂടാതെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്കിടയിലേക്ക് അനിയന്ത്രിതമായിട്ട് ഇത് പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം. അഥവാ അങ്ങനെ പടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലാകാം എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. താങ്ക് യു ഡോക്ടർ രാജീവ് ജയദേവൻ. ഡോക്ടർ സുൽഫി നൂഹ് കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ സുൽഫി നൂഹ്, ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞ് നിർത്തിയെടുത്തത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ചൈനയുടെ സീറോ കോവിഡ് പോളിസി, ആ നയം കാരണം ജനസംഖ്യയിൽ നല്ലൊരു ഭാഗത്തിനും മുൻപ് രോഗം വന്നതിലൂടെ ഇന്ത്യയിലടക്കം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് പോലെയുള്ള സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഇപ്പോൾ ചൈനയിൽ ഉയരുന്ന ഈ കോവിഡ് കണക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട്? പ്രത്യേകിച്ചും ജിനോമിക് സീക്വൻസിംഗ് അടക്കം നടത്തണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ. ഈ ഒരു ഘട്ടത്തിലെ ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചൈനയിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അതിന് വ്യക്തമായ ചില കാരണങ്ങളിൽ ഉണ്ടാകണം. ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ മൂലമുള്ള പ്രതിരോധം ലഭിക്കാതിരുന്നതോ സ്വാഭാവികമായ പ്രതിരോധം ലഭിക്കാതിരുന്നതോ ഒക്കെ ആയിരിക്കണം പെട്ടെന്നൊരു ഔട്ട് ബ്രേക്ക് വന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് പറയേണ്ട ഒരു കാര്യം, കോവിഡ് നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകും. അത് ഈ പല രീതിയിൽ ഒരു സാധാരണ കാണപ്പെടുന്ന അസുഖത്തിന്റെ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും അതിവിടെ ഉണ്ടാവുക. അത് തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല. കാരണം നമുക്കറിയാം, നമുക്ക് വാക്സിനേഷൻ മൂലവും സ്വാഭാവികമായ അസുഖങ്ങൾ ലഭിച്ച മൂലമുണ്ടായ രോഗപ്രതിരോധവും ഒക്കെ തന്നെ നമ്മുടെ അസുഖം വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീർത്തും